ഡൽഹിയിൽ ഭരണസിരാ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന റെയ്സിന കുന്നിന് സമീപം ഒരു കൊടുംകാടും ഉപേക്ഷിക്കപ്പെട്ട ഒരു പുരാതന കൊട്ടാരവുമുണ്ടെന്ന് പറഞ്ഞാൽ പലർക്കും അതൊരു അത്ഭുതമായിരിക്കും. ഫിറോസ് ഷാ തുഗ്ലക്ക് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മാൾച്ച മഹൽ എന്ന കൊട്ടാരമാണിത്. ഉപേക്ഷിക്കപ്പെട്ട പ്രേതഭവനങ്ങൾ തേടിയെത്തുന്ന അപൂർവം സഞ്ചാരികളും ഗവേഷകരും മാത്രമാണ് ഇന്ന് ഈ കൊട്ടാരത്തിലെത്തുന്നത്. കാടിൻ്റെ വന്യതയും ഭയാനകമായ അന്തരീക്ഷവും ദുരൂഹത നിറഞ്ഞ ഭൂതകാലവുമൊക്കെ ചേർന്ന് മറക്കാനാവാത്ത അനുഭവമാണ് ഈ കൊട്ടാരം സന്ദർശിക്കാൻ എത്തുന്നവർക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത്. ഡൽഹി ചാണക്യപുരി റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയായാണ് മാൾച്ച മഹൽ സ്ഥിതി ചെയ്യുന്നത്. കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ കൊട്ടാരം ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ്. 14-ാം നൂറ്റാണ്ടിൽ തുഗ്ലക് സുൽത്താന്മാരുടെ വേട്ടത്താവളമായിരുന്നു ഈ കൊട്ടാരം. നായാട്ടിന് കാട്ടിൽ പോയപ്പോൾ വഴിതെറ്റിയ ഫിറോസ് ഷാ തുഗ്ലക്കിനെ പരിചരിച്ച ഒരു നാടോടി സ്ത്രീയുടെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ചതാണ് ഈ കൊട്ടാരം. പിൽക്കാലത്ത് അവധ് ഭരണാധികാരികളുടെ വസതിയായി മാറി ഈ കെട്ടിടം. രാജവംശത്തിലെ അവസാന വ്യക്തിയും മരണപ്പെട്ടതോടെ ചരിത്രപ്രധാനമായ ഈ കൊട്ടാരം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. അവധ് രാജവംശത്തിലെ അവസാന നവാബ് വാജിദ് അലി ഷായുടെ സ്വയം പ്രഖ്യാപിത കൊച്ചുമകളായ ബീഗം വിലായത്തും മക്കളും നരകിച്ച് ജീവിച്ചത് ഇവിടെയാണ്. ബീഗം വിലായത്തും മക്കളും 1980-കളുടെ ആദ്യം ഇവിടെ താമസിക്കാനായി എത്തിയതോടെയാണ് ഈ കെട്ടിടം വാർത്തകളിൽ നിറയുന്നത്. അവധ് രാജവംശത്തിൻ്റെ സ്വത്തുക്കൾ ആവശ്യപ്പെട്ട് ബീഗം വിലായത്തും മക്കളും ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ വിശ്രമമുറിയിൽ സമരം ആരംഭിക്കുകയായിരുന്നു. ഒടുവിൽ കാട്ടിനകത്തെ ഈ കൊട്ടാരം താമസത്തിനായി സർക്കാർ ഇവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. രാജകീയ ജീവിതത്തിൻ്റെ സ്മരണകളും പേറി ദരിദ്രവും ഒറ്റപ്പെട്ടതുമായ ജീവിതമായിരുന്നു ഇവർ നയിച്ചിരുന്നത്. 1993-ൽ ബീഗം ആത്മഹത്യ ചെയ്തു. വൈകാതെ മകളും മരിച്ചു. മാനസിക രോഗിയായി മാറിയ മകൻ പിന്നീട് തീർത്തും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു ഇവിടെ നയിച്ചിരുന്നത്. 2017-ൽ ഇദ്ദേഹത്തെ ഈ കൊട്ടാരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ മാൾച്ച മഹൽ വീണ്ടും ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് വന്യമൃഗങ്ങളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറി ഇവിടം. ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രേതാലയങ്ങൾ സന്ദർശിക്കുന്ന ഡാർക്ക് ടൂറിസ്റ്റുകളും ചരിത്ര ഗവേഷകരുമാണ് ഇവിടെ സന്ദർശനത്തിന് ഇപ്പോൾ എത്തുന്നത്. മാൾച്ച മഹൽ പുനരുദ്ധാരണം നടത്തി സംരക്ഷിക്കണമെന്ന മുറവിളികൾക്കൊടുവിൽ സംസ്ഥാന സർക്കാർ ഇത് ഏറ്റെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.